രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനത്തിലേക്ക് അടുക്കവേ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട നിർണായകമായ ബജറ്റിലൂടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും കേന്ദ്ര നയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ധനമന്ത്രി KN ബാലഗോപാൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ ഗൗരവമേറിയ രാഷ്ട്രീയ സാമ്പത്തിക ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കേരളം നേരിടുന്ന കടബാധ്യതകൾ സംബന്ധിച്ച ആശങ്കകളെ ആസ്ഥാനത്താക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ പൊതുകടം താങ്ങാനാവുന്ന പരിധിയിലാണെന്ന ആത്മവിശ്വാസമാണ് ധനമന്ത്രി പ്രകടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർച്ചയായ സാമ്പത്തിക അവഗണനകളെയും വിഹിതം വെട്ടിക്കുറയ്ക്കലുകളെയും അതിജീവിച്ചാണ് കേരളം മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം കണക്കുകൾ സഹിതം സമ്മർദ്ദിച്ചു. കഴിഞ്ഞ 4 വർഷക്കാലം സംസ്ഥാനം കൈവരിച്ച പുരോഗതിയും വികസന കുതിപ്പും കേന്ദ്രത്തിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും സാധ്യമായത് തനത് വരുമാന സമാഹരണത്തിൽ വരുത്തിയ കാര്യക്ഷമമായ മാറ്റങ്ങൾ മൂലമാണെന്ന് ബജറ്റ് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അതിതീവ്രമായ അവഗണനയിൽ ഔദ്യോഗികമായി തന്നെ ബജറ്റിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. സാമ്പത്തിക വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനാണ് കേന്ദ്രം ശ്രമിച്ചതെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി. നികുതി വിഹിതത്തിൽ വരുത്തിയ വൻ കുറവും കടമെടുപ്പ് പരിധിയിൽ ഏർപ്പെടുത്തിയ അപ്രായോഗികമായ നിബന്ധനകളും സംസ്ഥാനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലായിരുന്നു. എന്നിരുന്നാലും കേന്ദ്രം നികുതി വിഹിതം വെട്ടിക്കുറച്ചപ്പോഴും സ്വന്തം നിലയിലുള്ള നികുതി വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളം പിടിച്ചു നിന്നു എന്നത് ചെറിയ നേട്ടമല്ല. 2023-24 സാമ്പത്തിക വർഷത്തിൽ 12.60% പൊതുകടം 2024-25 15.68% ഉയർന്നിട്ടുണ്ട്. പൊതുകടവും സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര വളർച്ചയും തമ്മിലുള്ള അനുപാതത്തിലും നേരിയ വർധനവുണ്ടായി. മുൻവർഷം ഇത് 23.60% പുതിയ കണക്കുകൾ പ്രകാരം അത് 24.83% വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വർധനവ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന ഒന്നല്ലെന്നും വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവാക്കുന്ന തുകയുടെ ഫലമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ കടമെടുപ്പ് സ്വാഭാവികമാണെന്നും അത് തിരിച്ചടിക്കാനുള്ള ശേഷി കേരളത്തിനുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. വിവിധങ്ങളായ തൊടുന്യായങ്ങൾ പറഞ്ഞ് കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം തടഞ്ഞുവെക്കുന്ന കേന്ദ്ര നയം ഫെഡറൽ സംവിധാനത്തിന് വെല്ലുവിളിയാണെന്ന കടുത്ത നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന നയമാണ് LDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ധനമന്ത്രി ഉയർത്തിക്കാട്ടിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏകദേശം 54,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിച്ചത്. രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാവില്ലാത്ത നേട്ടമാണിത്. കേന്ദ്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിന് തുല്യമായ നീക്കങ്ങൾ നടത്തുമ്പോഴും പാവപ്പെട്ടവന്റെ അടുപ്പിലെ തീ അണയാതിരിക്കാൻ സർക്കാർ വലിയ മുൻകരുതലുകൾ നൽകുന്നു. ജനക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതിനായി ബദൽ മാർഗങ്ങൾ തേടുമ്പോഴും അത് സാധാരണക്കാരെ അമിതമായി ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ തനത് വരുമാനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിലുള്ള വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. GST പിരിവ് ഊർജിതമാക്കിയതും നികുതി വെട്ടിപ്പുകൾ തടയാൻ ഏർപ്പെടുത്തിയ പുതിയ സംവിധാനങ്ങളും ഇതിന് സഹായകമായി. കേന്ദ്രം വിഹിതം നൽകാതെ വലയ്ക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സ്വന്തം കാലിലുള്ള നിൽപ്പ് കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഈ നടപടികൾ സഹായിച്ചു. കടബാധ്യതയെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും വസ്തുതകളുമായി അതിന് ബന്ധമില്ലെന്നും ബാലഗോപാൽ വ്യക്തമാക്കി. ആഭ്യന്തര ഉൽപാദനവും സേവന മേഖലയിലെ കുതിപ്പും കടത്തിന്റെ ഭാരത്തെ മറികടക്കാൻ പര്യാപ്തമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കിഫ്ബി പോലുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിനോടൊപ്പം തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായ നിക്ഷേപങ്ങളായാണ് സർക്കാർ കാണുന്നത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ തുടർന്നു പോകുന്നതിനും നവകേരള നിർമ്മാണത്തിനും ആവശ്യമായ ഫണ്ട് ഉറപ്പാക്കുമെന്ന് ബജറ്റ് ഉറപ്പു നൽകുന്നു. ഭാവിയിലേക്കുള്ള വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ വിവേചനപരമായ നിലപാടുകൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടുമെന്ന സന്ദേശമാണ് ഈ ബജറ്റ് നൽകുന്നത്. അർഹമായത് ചോദിച്ചു വാങ്ങുന്നതിനോടൊപ്പം തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കും. കാർഷിക വ്യവസായ മേഖലകളിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള പുതിയ പദ്ധതികൾക്ക് ബജറ്റ് മുൻഗണന നൽകുന്നുണ്ട്. കടം ഒരു കെണിയല്ല, മറിച്ച് വികസനത്തിനായുള്ള ഇന്ധനമാണെന്നും അത് കൃത്യമായ കണക്കുകളോടെ കൈകാര്യം ചെയ്യാൻ കേരളത്തിന് അറിയാമെന്നുമുള്ള ധനമന്ത്രിയുടെ പ്രഖ്യാപനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാരിന്റെ പ്രധാന ആയുധമായിരിക്കും. പ്രതിസന്ധികൾക്കിടയിലും കേരളം ഒരു മാതൃകയായി തുടരുമെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന മാതൃകയുമായി മുന്നോട്ടു പോകുമെന്നും അടിവരയിട്ടുകൊണ്ടാണ് ധനമന്ത്രി തന്റെ പ്രസംഗം ഉപസംഹരിച്ചത്.